ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണോ രൂപേണ ബദ്ധനുദിസിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുദിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ അങ്ങനെ ഭഗവാനെ തന്നെ സദാ ധ്യാനിച്ചുകൊണ്ടിരുന്ന ആ ചിത്രകേതുവിൻ്റെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷനാകുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ. അപ്പോൾ അതിനു മുൻപ് പറഞ്ഞിരുന്നു ഏത് ഭാവത്തിലാണ് ഭഗവാനെ ധ്യാനിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നു ആദിശേഷമൂർത്തിയുടെ രൂപത്തിലായിരുന്നു എന്നല്ലേ. എപ്പോഴും ഭഗവാൻ തൻ്റെ ഭക്തൻ തന്നെ ഏതു ഭാവത്തിൽ കാണുന്നുവോ, ഏതൊരു രൂപത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലാണ് ഭഗവാൻ അവർക്ക് ദർശനം നൽകുന്നത്. ഇവിടെയും അതാണ് സംഭവിച്ചത്. നമുക്ക് നോക്കാം. തസ്മൈ മൃണാളധവളേന. മൃണാളധവളേന എന്ന് പറഞ്ഞാൽ താമരയുടെ അരി കണ്ടിട്ടില്ലേ നമ്മൾ, അതിൻ്റെ കിഴങ്ങെന്ന് പറയില്ലേ, അതേപോലെ ധവളം എന്ന് പറഞ്ഞാൽ വെളുത്തത്. ആ വെളുത്ത നിറത്തിലുള്ള താമരയുടെ കിഴങ്ങിൻ്റെ അതേ വെളുത്ത നിറത്തോടു കൂടിയ സഹസ്രശീർഷ്ണ. സഹസ്രശീർഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 ശിരസ്സുകളോടുകൂടിയും. അപ്പോൾ ഭഗവാൻ ഏതൊരു രൂപത്തിലാണോ ചിത്രകേതു കാണണമെന്ന് ആഗ്രഹിച്ച അതേപോലെ 1000 ശിരസ്സുകളോട് കൂടിയ വെളുത്ത നിറത്തിലുള്ള, നമ്മൾ ബലരാമസ്വാമിയുടെ നിറം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും വെളുത്ത നിറമാണ് അല്ലേ. ഭഗവാന്റെ കാര്യം പറയാറുണ്ട് കറുത്ത നിറമാണ്. അതേപോലെ തന്നെ ബലരാമസ്വാമിയുടെ വസ്ത്രത്തിൻ്റെ നിറം നീലയാണെന്ന് പറയാറുണ്ട്, ഭഗവാന്റേത് മഞ്ഞയാണെന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആ വെളുത്ത നിറത്തോടു കൂടിയ 1000 ശിരസ്സുകളോട് കൂടിയ രൂപേണ എന്നാൽ രൂപത്തോടു കൂടി ബദ്ധനുതി സിദ്ധഗണാവൃതേന എന്ന് പറഞ്ഞാൽ ഈ 1000 ശിരസ്സുകളോട് കൂടിയ ഈ രൂപത്തിൻ്റെ ചുറ്റിനും സിദ്ധന്മാർ, ബദ്ധനുതി എന്ന് പറഞ്ഞാൽ സ്തുതികളാൽ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട്, സിദ്ധഗണാവൃതേന സിദ്ധന്മാരങ്ങനെ ചുറ്റും നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാനെ കണ്ട രൂപം ബലരാമസ്വാമിയുടെ അതേ നിറത്തോടു കൂടി 1000 ശിരസ്സുകളോട് കൂടിയ ബലരാമസ്വാമി ഇവിടെ സഹസ്രശീർഷ്ണ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1000 ശിരസ്സുകളോട് കൂടിയ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ ഭഗവാന്റെ സഹസ്രനാമങ്ങളിലൊരു പേര് തന്നെ സഹസ്രശീർഷ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ബലരാമസ്വാമിയുടെ അതേ രൂപത്തോടു കൂടി എന്ന് പറഞ്ഞാൽ 1000 ശിരസ്സുകളോട് കൂടിയ അതേ വെള്ള നിറത്തോടു കൂടിയ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാന്റെ ചുറ്റിനുമാകട്ടെ ധാരാളം സിദ്ധന്മാർ നിന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആര്? ചിത്രകേതു. എന്നിട്ടോ പ്രാദുർഭവന്നചിരതോനുദിഭിഃ പ്രസന്നോ. പ്രാദുർഭവൻ, പ്രാദു എന്ന് പറഞ്ഞാൽ മുൻപിൽ, ഭവൻ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ട്. ഇവിടെ പ്രാദുർഭവന്നചിരതോ, പ്രാദുർഭവൻ അചിരതഃ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പ്രാദുർഭവന്നചിരത. അപ്പോൾ പ്രാദുർഭവൻ എന്ന് പറഞ്ഞാൽ മുൻപിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ? അചിരതഃ, ഒട്ടും കാലതാമസം കൂടാതെ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, അത്രമാത്രം ഭഗവാൻ സംപ്രീതനായിരിക്കുന്നു. അതായത് മനസ്സിൽ നിന്ന് എല്ലാ കളങ്കവും ബന്ധങ്ങളും വിട്ടുപോയിരിക്കുന്നു, ബന്ധനങ്ങളില്ലാതെയായിരിക്കുന്നു. ഇപ്പോൾ തീർത്തും സ്വതന്ത്രനായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൗതികമായ യാതൊന്നും തന്നെയും ഭ്രമിപ്പിക്കാത്ത തലത്തിൽ മനസ്സ് പൂർണ്ണമായും
എല്ലാത്തിൽ നിന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടിയ ആ ചിത്രകേതുവിൻ്റെ സ്തുതികളിൽ സംപ്രീതനായിട്ട് ഒട്ടും കാലതാമസം കൂടാതെ ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. നുതിഭി പ്രസന്നോ, നുതിഭി എന്ന് പറഞ്ഞാൽ സ്തുതികളാൽ, നുതി എന്ന് പറഞ്ഞാൽ സ്തുതി, സ്തുതികളാൽ പ്രസന്നോ, അങ്ങനെ പ്രസന്നനായി ഭഗവാൻ സംപ്രീതനായിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടോ ദത്വാത്മതത്വം അനുഗ്രഹ്യ തിരോദധാഥ, ദത്വാ ആത്മതത്വം അനുഗ്രഹ്യ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദത്വാത്മതത്വം അനുഗ്രഹ്യ. ദത്വ എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ട്, എന്താ ആത്മതത്വം, ആത്മതത്വത്തെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തിട്ട്, അനുഗ്രഹ്യ ഭഗവാൻ അനുഗ്രഹിച്ചു, വേണ്ട വിധത്തിൽ തന്നെ അങ്ങോട്ട് ആ ഭക്തനെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. എന്നിട്ടോ തിരോദധാഥ, അതിനുശേഷം അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു ഭഗവാൻ. അപ്പോൾ തൻ്റെ ഭക്തൻ തന്നെ കാണാൻ ആഗ്രഹിച്ചത് ഏതൊരു രൂപത്തിലാണോ ആ രൂപത്തിൽ ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചു. കഴിഞ്ഞില്ല, ഭഗവാനെ ആ ചിത്രകേതു പാകപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് ഭഗവാൻ ഒട്ടും കാലതാമസം കൂടാതെ ആ ചിത്രകേതുവിൻ്റെ സ്തുതികളാൽ പ്രസന്നനായിട്ട് ദർശനം കൊടുത്ത് വേണ്ട വിധത്തിൽ ആത്മതത്വത്തെയൊക്കെ ഉപദേശം ചെയ്തിട്ട് അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നും അന്തർധാനം ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണോ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുദിഭി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രാദുർഭവന്നചിരതോ, അവിടെ കൂട്ടക്ഷരം വരുന്നിടത്ത് അകാരം കൊടുക്കുക. പ്രാദുർഭവൻ അചിരത ആണ്. പിന്നെ നുതിഭി, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. അതുപോലെ അതിന് തൊട്ട് മുൻപുള്ള വരിയിൽ ബദ്ധനുതി സിദ്ധഗണാവൃതേന, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ അവസാനത്തെ വരിയിൽ ദത്വ ആത്മതത്വം അനുഗ്രഹ്യ, ദത്വ ആത്മതത്വമാണ്. അതുപോലെ ആത്മതത്വം അനുഗ്രഹ്യ, മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അപ്പോൾ ദത്വാത്മതത്വം അനുഗ്രഹ്യ. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. ത്വത്ഭക്തമൗലിരഥസോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി സംഗാതിരേകരഹിതോ ലളിതം ചാര. ഇനി ഇവിടെ പറയും, ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാം കിട്ടി, ഭഗവാൻ അന്തർധാനവും ചെയ്തു. ഇനിയും ചിത്രകേതു എന്താണ് ചെയ്തത് എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചിരിക്കുന്നു, അല്ലേ? താൻ ആഗ്രഹിച്ചതിൽ കൂടുതൽ ഭഗവാൻ ഇങ്ങോട്ട് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ ഭഗവാനെ ഭജിക്കുവാനുള്ള ആ ഒരു അടക്കാനാവാത്ത ആ ഒരു ആഗ്രഹം, ആ ഒരു വാഞ്ച ഉള്ളിൽ നിന്നതുകൊണ്ട് അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് തപസ് ചെയ്തുകൊണ്ടിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഭഗവാനാകട്ടെ ആ ഭക്തൻ്റെ കറകളെല്ലാം നീങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ സ്വയമേവ തൻ്റെ ഭക്തനിൽ സംപ്രീതനായിട്ട് ദർശനം കൊടുത്ത് അനുഗ്രഹവും കൊടുത്ത് പോവുകയാണ് ചെയ്തത്. ഇനി അങ്ങനെ ആ ഒരു അനുഗ്രഹം കിട്ടിയ ചിത്രകേതു ത്വത്ഭക്തമൗലിരഥ, ത്വത്ഭക്തമൗലിഹി അഥ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വത്ഭക്തമൗലിരഥ. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, പിന്നീട് ത്വത്ഭക്തമൗലിഹി, അങ്ങയുടെ ഭക്തന്മാരിൽ വെച്ച്
ശിരോരത്നമായി മാറുന്ന എന്ന് പറഞ്ഞാൽ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഇപ്പോൾ ശ്രേഷ്ഠനായി നിൽക്കുന്നവനായി അവരുടെയൊക്കെ ശിരസിന് അലങ്കാരമായി വർത്തിക്കുന്നവനായ സോപി, സഹ അപിയാണ് സോപി. ആ സഹ എന്ന് പറഞ്ഞാൽ ആ അവൻ എന്നിവിടെ ആ ചിത്രകേതുവാകട്ടെ ലക്ഷലക്ഷം എന്ന് പറഞ്ഞാൽ അനേക ലക്ഷം വർഷാണി വർഷങ്ങൾ സംവത്സരങ്ങൾ ഹർഷുലമന അത്യധികം സന്തോഷത്തോടുകൂടി. ഇപ്പോൾ ദുഃഖങ്ങളൊന്നുമില്ല. തൻ്റെ പുത്രനെ എന്നോ നഷ്ടപ്പെട്ട ആ പുത്രനെ കുറിച്ചുള്ള ദുഃഖങ്ങളൊന്നുമില്ല. അതും നമ്മൾ പറഞ്ഞു 7 ദിവസമേ തപസ് ചെയ്തു. 7 ദിവസം ബലരാമമൂർത്തി ആദിശേഷമൂർത്തിയെ സേവ ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം വളരെ കുറച്ചു കാലമേ വേണ്ടി വന്നുള്ളൂ ഭഗവാൻ സംപ്രീതനായി. അപ്പോൾ അധികം നാളായിട്ടില്ല തൻ്റെ പുത്രൻ്റെ ആ ഒരു വിയോഗം ഉണ്ടായിട്ട്. പക്ഷെ അതൊന്നും ഇന്നിപ്പോൾ ചിത്രകേതുവിനെ ബാധിക്കുന്നതേ ഇല്ല. അത്യധികം മനസ്സ് നിറഞ്ഞവനായിട്ട് മനസ്സന്തോഷത്തോടു കൂടി ഭുവനേഷു കാമം, ഭുവനേഷു എന്ന് പറഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും എല്ലാ ഭുവനങ്ങളിലും കാമം, കാമം എന്ന് പറഞ്ഞാൽ ഇവിടെ യഥേഷ്ടം എന്നുള്ള അർത്ഥം, അഥവാ ഇഷ്ടം പോലെ. സംഗാപയൻ ഗുണഗണം, സംഗാപയൻ എന്ന് പറഞ്ഞാൽ പാടിച്ചുകൊണ്ട് അവിടുത്തെ ആ ഒരു മഹിമയെ ഗുണഗണങ്ങളെ പാടിച്ചുകൊണ്ട്, ഗുണഗണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു മഹിമയെ അവിടുത്തെ ഗുണഗണങ്ങളെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു മഹിമയെ അങ്ങനെ പാടിച്ചുകൊണ്ട് തവ സുന്ദരീഭി, തവ എന്ന് പറഞ്ഞാൽ ആ അങ്ങയുടെ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ തവ ഗുണഗണം അങ്ങയുടെ ഗുണഗണങ്ങളെ പാടിച്ചുകൊണ്ട് ആരെ കൊണ്ട് സുന്ദരീഭിഹി വിദ്യാധര അധിപതിയായിരുന്ന ചിത്രകേതു ഇപ്പോൾ തൻ്റെ ആ വിദ്യാധരികളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് ആ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് താൻ ഒരാൾ നന്നായത് കൊണ്ട്, അഥവാ തൻ്റെ ഉള്ളിൽ ആ ആത്മതത്വം ശോഭിച്ചപ്പോൾ അതിൻ്റെ പ്രകാശം മറ്റുള്ളവരിലും പ്രതിഫലിച്ചു. അഥവാ മറ്റ് തൻ്റെ കൂടെയുള്ളവരെയും ഈ ആത്മതത്വ ദർശനം അവർക്കും സാധ്യമാക്കി കൊടുത്തു. അവർക്കും കുറേയേറെ അവരും ഉയർന്നിരിക്കുന്നു. അവർക്കും ഇപ്പോൾ ബന്ധങ്ങളും ബന്ധനങ്ങളും ഇല്ലാതെയായിരിക്കുന്നു. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിദ്യാധരാധിപതിയായിട്ടുള്ള ചിത്രകേതു ഇപ്പോൾ എല്ലാ ലോകങ്ങളിലും അങ്ങനെ നടക്കുന്നത്. എങ്ങനെ ഈ സ്ത്രീകളെ കൊണ്ട് യഥേഷ്ടം എന്ന് പറഞ്ഞാൽ പാടിയിട്ടും മതിയാവുന്നില്ല ഭഗവാനെ അവിടുത്തെ ഗുണഗണങ്ങൾ. അത് ധാരാളം പാടിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ലോകങ്ങളിലും അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംഗാതിരേകരഹിതോ ലളിതം ചചാര, സംഗാതിരേകരഹിത സംഘ അതിരേകരഹിത എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഇപ്പോൾ ആ ഒരു അതിയായ ഒരു ആസക്തി തീരെയില്ലാത്തവനായിട്ട്, ഒന്നിനോടും ഒരു സംഘം വേണമെന്നില്ല, അങ്ങനെ മനസ്സ് പൂർണ്ണമായി അതിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്ന ആകെ ഇപ്പോൾ ബന്ധമുള്ളത് ആ ഒരു സംഘമുള്ളത് ഭഗവാനോട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു സംഘം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സംഘങ്ങളും ഇല്ലാതെയായിരിക്കുന്ന രഹിത, എല്ലാ സംഘങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു. അങ്ങനെ ലളിതം ചചാര അവിടുന്ന് ഭഗവാനെ ആ ചിത്രകേതു അവിടുത്തെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് എല്ലായിടവും അങ്ങനെ ചചാര സഞ്ചരിച്ചു. അങ്ങയുടെ ഗുണഗണങ്ങളെ പാടി സ്തുതിച്ചുകൊണ്ട് ആ സുന്ദരികളായിട്ടുള്ള വിദ്യാധരിമാരുമായിട്ട് അങ്ങനെ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചു. ഇവിടെ അതും കൂടി എടുത്തു പറഞ്ഞെന്താ, അങ്ങനെ ഇപ്പോൾ ദേഹസംബന്ധമായ വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല. അതാണ് പറഞ്ഞ സംഗാതിരേകരഹിത. ഇവിടെ അത് പറയുമ്പോൾ അവരെ കൊണ്ട് പാടിച്ചു എന്ന് പറയുമ്പോൾ അവർക്കും ഇപ്പോൾ ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ പാടുന്നതിലാണ് താല്പര്യം. അവരും ഇപ്പോൾ മറ്റു തരത്തിലുള്ള ആസക്തികളൊന്നുമില്ലാത്തവരായി ഭവിച്ചത് കൊണ്ട് തന്നെ അവർക്കും ഇതിലൊരു താല്പര്യ രുചി വന്നിരിക്കുന്നു. ഭഗവാന്റെ ഗുണഗണങ്ങളെ സദാ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ വിദ്യാധരാധിപതിയായിട്ടുള്ള ആ ചിത്രകേതുവും അതേ മാർഗത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഗുണഗണങ്ങളെ വാഴ്ത്തിപ്പാടുന്നതിനായിക്കൊണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ത്വദ്ഭക്തമൗലിരഥസോപി ച ലക്ഷലക്ഷം
വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചാര. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ത്വത്ഭക്തമൗലിരഥ, രായ്ക്ക് അകാരം കൊടുക്കുക, അഥ ആണ്. പിന്നെ സോപി, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ ഗുണഗണം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭി, അവിടെ സുന്ദരീഭി, അവിടെ ഇകാരം വിസർഗം, അപ്പോൾ ഒരു പകുതി ഹകാരത്തിലത് വായിച്ചു നിർത്താൻ ശ്രമിക്കുക. പിന്നെ സംഗാതിരേകരഹിതോ, അവിടെ ഗ ക, അത് രണ്ടും തെറ്റാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകത്തിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചിരുന്ന ചിത്രകേതു അല്ലെ, ഇവിടെ എടുത്തു പറഞ്ഞു സംഗാതിരേകരഹിതനായിട്ടുള്ള ചിത്രകേതുവും മറ്റുള്ള സുന്ദരിമാരായിട്ടുള്ള ആ വിദ്യാധരികളുമായിട്ട് ഭഗവാനെ അവിടുത്തെ ഗുണഗണങ്ങൾ തന്നെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടന്നിരുന്ന ആ ചിത്രകേതുവിന് പോലും ഒരു നിമിഷം ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായി പോകുന്ന, ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ഈ 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. അത്യന്ത സംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സ രൗപ്യഗിരിമാപ്യ മഹത്സമാജേ നിശംഗമംഗകൃതവല്ലഭമംഗജാരീം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. അത്യന്ത സംഗവിലയായ, അത്യന്ത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും, സംഘവിലയായ എന്ന് പറഞ്ഞാൽ സംഘം ഇല്ലാതെയാക്കുന്നതിനായിക്കൊണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകളില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ദ്രിയ വിഷയങ്ങൾക്കൊന്നും അടിമപ്പെടാതെ പൂർണ്ണമായും ഭഗവത് ചിന്തയിൽ കഴിയുകയാണ് ചിത്രകേതുവും മറ്റുള്ള വിദ്യാധരികളും. അവർക്ക് ഇനി അല്പമെങ്കിലും ബാക്കി ഉള്ളിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും നീങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഭവത് പ്രണുന്നാഹ, അവിടുന്ന് പ്രണുന്നാഹ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചിട്ടാവണം, അവിടുത്തെ ഒരു പ്രേരണ കൊണ്ടാവണം. നൂനം, നൂനം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് തീർച്ചയായും, കാരണം അവിടുന്ന് അറിയാത്തതായിട്ടൊന്നുമില്ല ഭഗവാനെ, അവിടുത്തെ നിശ്ചയമാണ് നടക്കുന്നതൊക്കെയും. ഇവിടെയും അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു നൂനം, അവിടുന്ന് പ്രേരിപ്പിച്ചിട്ട് തന്നെ ആവണം ആ ബാക്കിയുള്ള വിഷയാസക്തികൾ കൂടിയൊക്കെ തീരെ അങ്ങോട്ട് നിശേഷമില്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പ്രേരണ കൊണ്ടാവണം. സ രൗപ്യഗിരിമാപ്യ മഹത് സമാജെ, സ ആ ചിത്രകേതു രൗപ്യഗിരിം എന്ന് പറഞ്ഞാൽ ആ കൈലാസ പർവ്വതത്തിൽ, ആപ്യ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു, അവിടെ കൈലാസ പർവ്വതത്തിൽ ചെന്ന് മഹത് സമാജെ എന്ന് പറഞ്ഞാൽ മഹർഷിമാരുടെ, മഹത്തായിട്ടുള്ള ആളുകളുടെ സമാജെ എന്ന് പറഞ്ഞാൽ അവർ കൂടിയിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ നിശംഗമംഗകൃതവല്ലഭമംഗജാരീം, നിശംഗം അംഗകൃതവല്ലഭം അംഗജാരീം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നിശംഗമംഗകൃതവല്ലഭം അംഗജാരീം. നിശങ്കം എന്ന് പറഞ്ഞാൽ ഒട്ടും ശങ്ക കൂടാതെ, അംഗകൃതവല്ലഭം, അംഗകൃതം എന്ന് പറഞ്ഞാൽ അംഗം മടിത്തട്ടിൽ, തൻ്റെ മടിയിൽ, വല്ലഭം തൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഉമാദേവിയെ, സാക്ഷാൽ ഭഗവതിയെ തന്നെ, അംഗജാരിം ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ഉമാദേവിയെ. അപ്പോൾ ആ സമയത്ത് പറയാണ് അംഗജാരിം, അംഗജ അരിം ആണ് അംഗജാരിം, കാമദേവൻ, അംഗജ എന്ന് പറഞ്ഞാൽ കാമദേവന്, അരിം ശത്രു, കാമദേവൻ്റെ
അന്തകനായിട്ടുള്ള ശത്രുവായിട്ടുള്ള ആ പരമശിവന് ആ സമയത്ത് ഇവരൊക്കെ കൂടി കൈലാസപർവ്വതത്തിൽ ചെല്ലുമ്പോൾ എന്താ കണ്ടേ? സാക്ഷാൽ പ്രിയപത്നിയായിട്ടുള്ള ഉമാദേവിയെ തൻ്റെ മടിയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അതും എവിടെ? സാക്ഷാൽ സനകാദി മഹർഷിമാരിയ്ക്കുന്ന വലിയൊരു മഹർഷി സമൂഹത്തിൻ്റെ നടുവിൽ ഒരു സത്സംഗത്തിൽ സാക്ഷാൽ കാമദേവനെ പോലും ചുട്ടരിച്ച അന്തകനായിട്ടുള്ള, കാമദേവൻ്റെ പോലും അന്തകനായിട്ടുള്ള ആ ശ്രീ പരമേശ്വരൻ തൻ്റെ പ്രിയപത്നിയായിട്ടുള്ള ഉമാദേവിയെ മടിത്തട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ട ആ ചിത്രകേതു തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ, തം ശങ്കരം ആ പരമശിവനെ പരിഹസന്നുമയാഭിഷേപേ, പരിഹസൻ ഉമയ അഭിഷേപേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പരിഹസന്നുമയാഭിഷേപേ. പരിഹസൻ, പരിഹസിച്ചു. കാരണം ഇത്രയും വലിയ സനൽകുമാരാദി മഹർഷിമാർ പോലും ഇരിക്കുന്ന ആ വലിയൊരു മഹർഷി സമൂഹത്തിൻ്റെ നടുവിൽ, അതും ഒരു സത്സംഗവേദിയിൽ ഇങ്ങനെയൊക്കെ ഈ പരമേശ്വരൻ പരമശിവൻ ഇങ്ങനെ ഇരിക്കാമോ? തൻ്റെ മടിത്തട്ടിൽ ആ ഉമാദേവിയെ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാമോ? ഇത് തീർത്തും മോശമായിപ്പോയി എന്ന് ആ ചിത്രകേതു പരിഹസിച്ചു. അങ്ങേക്ക് അതും സാധാരണക്കാരായിട്ടുള്ളവർ പോലും ഒരു സത്സംഗത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങേക്ക് ഇത്ര കൂടി അറിയില്ലേ എന്ന രീതിയിൽ പരിഹസിച്ചു. അപ്പോൾ ചിത്രകേതു നോക്കൂ, ആ ചിത്രകേതുവിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ശരീരവികാരങ്ങൾക്ക് അടിമപ്പെട്ട ചിന്തകളിലേക്ക് ചിത്രകേതു പോലും വീണുപോയതുകൊണ്ട് പരമശിവൻ്റെ മടിയിൽ ഉമാദേവി ഇരിക്കുന്ന കണ്ടപ്പോൾ അല്പം അശ്ലീലമായി തോന്നി. ഇല്ലായെങ്കിലോ ആ ചിന്തകൾക്കുള്ളിൽ ഇടമില്ലെങ്കിൽ ഇതിലൊന്നും ഒരു അശ്ലീലഭാവം കാണുകയില്ല. നമ്മുടെ ചിന്തകളാണ് പലപ്പോഴും കാണുന്ന വസ്തുവിൽ രംഗങ്ങളിലൊക്കെ അശ്ലീലതയും സഭ്യതയും കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു നിമിഷം ആ ചിത്രകേതുവിൻ്റെ ഉള്ളിൽ ഒരു അരുതായികയാണ് പരമശിവൻ ചെയ്യുന്നത് എന്ന് തോന്നിയത് കൊണ്ട് അവരെ രണ്ടുപേരെയും അങ്ങനെ പരിഹസിച്ചു. കാരണം സാക്ഷാൽ കാമദേവനെ പോലും നിഗ്രഹിച്ചവനല്ലേ, അല്ലയോ മഹാദേവ, അങ്ങയ്ക്ക് പോലും ഇപ്പോഴും അതും ഇങ്ങനെ ഒരു സത്സംഗവേദിയിലിരിക്കുമ്പോൾ ഉമാദേവിയെ മടിയിലിരുത്താമോ? ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ പരിഹസിച്ചപ്പോൾ ഉമയാ അഭിഷേപേ, ഉമയ പാർവതീദേവിയുടെ അഭിഷേപേ ശാപത്തിനിരയായി തീർന്നു ആ ചിത്രകേതു. ഇവിടെ ആ സമയത്ത് ഉമാദേവിയാണ് ഈ പരമശിവനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ, പരിഹസിക്കുന്നത് കണ്ടപ്പോൾ പത്നിയായ ഉമാദേവി വന്നിട്ട് ശപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നീ അഹങ്കാരിയായിട്ടുള്ള ഒരു അസുരനായി മാറട്ടെ. ഇത്രമാത്രം ആത്മതത്വം സാക്ഷാൽ ഭഗവാനിൽ നിന്ന് ഗ്രഹിച്ച് ഇത്രയും ഉയർന്ന ഒരു തലത്തിലിരുന്നിരുന്ന ചിത്രകേതു ഒരു നിമിഷം മനസ്സിലെ ചിന്തകൾക്ക്, ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അടിപ്പെട്ടപ്പോൾ സാക്ഷാൽ പരമശിവനെ പോലും പരിഹസിക്കത്തക്ക വിധത്തിൽ മഹാകഷ്ടം തന്നെയാണ് അങ്ങീ ചെയ്യുന്നത്, ഇത് സഭ്യമാണോ എന്നൊക്കെ ചോദിക്കത്തക്ക വിധത്തിലേക്ക് തരം താണു പോയതുകൊണ്ട് ആ പാർവതീദേവിയാൽ, ആ ഉമാദേവിയാൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്താ? നീ ഒരു അഹങ്കാരിയായ അസുരനായി മാറട്ടെ എന്നുള്ള ഒരു ശാപം അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. നോക്കൂ, സാധാരണക്കാരായ മനുഷ്യർ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടുന്നത് ഒരു പക്ഷേ ഒരു തെറ്റല്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും സാഹചര്യങ്ങളാവാം, അല്ലെങ്കിൽ നിവർത്തികേട് കൊണ്ടാവാം, ഇങ്ങനെ പല പല ഘടകങ്ങൾ കൊണ്ടാവാം ഒരു മനുഷ്യൻ ഇന്ദ്രിയവശകതനായി മാറുന്നത്. ഇവിടെ ഇന്ദ്രിയ വികാര വിചാരങ്ങളെയെല്ലാം തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒരു മഹാവിപത്ത് കൊണ്ട് മറികടന്നവനാണ്. ആ ദുഃഖം ഈ ഇന്ദ്രിയ
ഗോചരങ്ങളായിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും തുടച്ചു നീക്കിയപ്പോൾ ആ സമയത്തുണ്ടായ സജ്ജന സംസർഗം കൊണ്ട് ഭഗവാനെ നേരിട്ട് കാണുവാനുള്ള മഹാഭാഗ്യം, അതും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഭഗവാനെ സേവ ചെയ്ത് ഭഗവാനെ ഉപാസിച്ച് ഭജിച്ച് ഭഗവാന്റെ ദിവ്യദർശനം കിട്ടുവാനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ഭഗവാനിൽ നിന്ന് നേരിട്ട് ആത്മതത്വം ഗ്രഹിക്കുവാനുള്ള സുകൃതിയായിട്ടുള്ള ആ ചിത്രകേതുവിന് ഒരു നിമിഷം ഉള്ളിൽ തോന്നിയ അരുതാത്ത ചിന്തകൾ നോക്കൂ, എത്രയോ ഉന്നതങ്ങളിൽ നിന്നും ഇനിയും പതിക്കുവാൻ പോകുന്നത് അഹങ്കാരിയായിട്ടുള്ള ഒരു അസുരജന്മമായിട്ട് ഇനിയും മാറാൻ പോവുകയാണ്. ഇനി നമ്മൾ ആ കഥയാണ് ഇനി തുടർന്ന് കാണുവാൻ പോകുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അത്യന്തസംഗവിലയായ ഭവത്പ്രണുന്നോ നൂനം സരൗപ്യഗിരിമാപ്യ മഹത്സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസന്നുമയാഭിഷേപേ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ ഒരു വരി അത്യന്ത സംഘവിലയായ ഭവത്പ്രണുന്നോ, അവിടെ ചില ഗ്രന്ഥങ്ങളിൽ അത്യന്ത സംഘവിലയായ എന്നും ഭവത്പ്രണുന്നോ എന്ന് 2 പദങ്ങളായിട്ടാവും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ വായിക്കാം. പിന്നെ അത്യന്ത സംഘവിലയായ ഗകാരം വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നൂനം സ രൗപ്യഗിരിമാപ്യ, അത് രൗപ്യഗിരിം ആപ്യാണ്. അപ്പോൾ മായ്ക്ക് അകാരം കൊടുത്ത് നീട്ടിയെടുക്കുക. രൗപ്യഗിരിമാപ്യ മഹത്സമാജേ. അടുത്തത് നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ നിശങ്കം അംഗകൃത വല്ലഭം, അപ്പോൾ മായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ അംഗകൃത വല്ലഭം അംഗജാരിം, അംഗജ, അവിടെ മായ്ക്ക് അകാരം കൊടുക്കണം. അംഗജ അരിം ആണ്. അപ്പോൾ നിശങ്കം അംഗകൃത വല്ലഭം അംഗജാരിം, അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ പരിഹസന്നുമയാഭിഷേപേ, അത് ഉമയ അഭിഷേപയാണ്. അതും വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ള വായിക്കുമ്പോൾ. ഇനി അടുത്തത് നമുക്ക് 10ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.